നമസ്കാരം. ഞാൻ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. നമ്മുടെ നാട്ടിലെ പൊതുജനങ്ങളുടെയും അതുപോലെ ഇവിടുത്തെ ജനപ്രതിനിധികളുടെയും എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും എല്ലാവരുടെയും ഒരു ചിരകാല സ്വപ്നമായിരുന്നു നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന് നല്ല ഒരു ഓഫീസ് കെട്ടിടം വേണമെന്നുള്ളത്. ഏകദേശം 4 വർഷത്തോളമായി നമ്മുടെ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റിയിട്ട് അതിനുശേഷം നമുക്ക് ആ ബിൽഡിങ്ങിൻ്റെ പണിയിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ ട്രഷറി ബിൽഡിംഗ് അടക്കം പൊളിച്ചു മാറ്റേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഓഫീസിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ പോവുകയാണ്. ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതി വിഹിതത്തിൽ നിന്നും ഏകദേശം 1,10,00,000 രൂപ മാറ്റിവെച്ചുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇതിൻ്റെ കെട്ടിട നിർമ്മാണത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ പണികളും പൂർത്തിയാക്കി 7-ാം തീയതിയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ തറക്കല്ലിടൽ. ബഹുമാന്യനായിട്ടുള്ള കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ അവർക്കാണ് അത് നിർവഹിക്കുന്നത്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാര്യം ഒരുപാട് നാളുകളായി നമ്മുടെ ഓൺലൈൻ മീഡിയകളിലും അല്ലാതെയും എല്ലാ പഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വഴികൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ പദ്ധതി വിഹിതത്തിൽ നിന്നാണ് ഇത്തരത്തിൽ പണം മാറ്റിവെക്കുന്നത്. ഒരു പഞ്ചായത്ത് ഓഫീസിൻ്റെ കെട്ടിട നിർമ്മാണം ആകുമ്പോൾ നമ്മുടെ മറ്റ് ഫണ്ടുകളൊന്നും തന്നെ കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ ഈ പദ്ധതി വിഹിതത്തിൽ നിന്ന് പണം കണ്ടെത്തിക്കൊണ്ട് ഇതിൻ്റെ പണിയിലേക്ക് പോകുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ ഇത്തരത്തിൽ പൈസ മാറ്റി വെച്ചിരുന്നുവെങ്കിൽ നമ്മുടെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോകുമായിരുന്നു. നമുക്ക് ആദ്യത്തെ ഘട്ടം എന്നുള്ള നിലയ്ക്കാണ് ഈ 1,10,00,000 രൂപ വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് അതിനകത്തുള്ള മുഴുവൻ പണികളും തീർക്കുന്നതിന് വേണ്ടി ഈ 2025-26 സാമ്പത്തിക വർഷത്തിലും അതിൻ്റെ പണിക്ക് വേണ്ടി പൈസ മാറ്റി വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ആദ്യത്തെ ഒരു നിലയുടെ പണി കഴിഞ്ഞാൽ ഉടനെ തന്നെ ബഹുമാനിയായിട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ ക്ഷീരവികസന വകുപ്പ് മന്ത്രിയും നമ്മുടെ MLA കൂടിയായിട്ടുള്ള ജെ. ചിഞ്ചുറാണി അവർ അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്നും നമുക്കൊരു സാംസ്കാരിക നിലയത്തിന് വേണ്ടിയുള്ള പൈസ കൂടി അനുവദിച്ച് തരാമെന്നുള്ള ഉറപ്പുകൂടി തന്നിട്ടുണ്ട്. അതുകൊണ്ട് പൊതുജനങ്ങൾക്കും ആർക്കും തന്നെ യാതൊരു സംശയവും വേണ്ട. നമ്മുടെ പണി വളരെ ഭംഗിയായി സമയബന്ധിതമായി തന്നെ പഞ്ചായത്ത് ഓഫീസിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കഴിഞ്ഞു വരുന്ന ഭരണസമിതിക്കും തീരുമെന്ന് ഞങ്ങൾക്ക്